ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ദിവസം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാനറാണ് നമ്മൾ വരയ്ക്കുന്നത്. പ്ലാനർ വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് ലൈൻ ഇല്ലാത്ത ബുക്ക് എടുക്കുന്നതാവും. കാരണം നമുക്ക് അതിൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ഇല്ലെങ്കിൽ സാധാരണ ലൈനുള്ളൊരു ബുക്ക് എടുത്താലും മതി. അപ്പോൾ ആദ്യം നിങ്ങളൊരു പഴയ ബുക്ക് എടുത്തിട്ട് പ്ലാനർ വരച്ച് ട്രൈ ചെയ്യുക. കാരണം അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ തുടർന്നാൽ മതിയല്ലോ. അപ്പോൾ പ്ലാനർ വരയ്ക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏത് മാസമാണോ എടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഈ പ്രാവശ്യം ഓഗസ്റ്റ് മാസത്തെ പ്ലാനർ വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു തീം, അതായത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. സൺഫ്ലവറോ ഐസ്ക്രീമോ പ്ലാന്റ്സോ ബുക്സോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ഒരു തീം എടുത്തിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ ഈ പ്ലാനറിൽ മൊത്തത്തിൽ വരയ്ക്കും. അപ്പോൾ ഈ പ്ലാനറിൽ നമ്മൾ പലതരം പേജുകളൊക്കെ വരയ്ക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ പേജാണ് തീം പേജ് അല്ലെങ്കിൽ ഫ്രണ്ട് പേജ് എന്നൊക്കെ പറയാം. ഈ ഒരു ഫ്രണ്ട് പേജിൽ നമ്മൾ ആ ഒരു മാസത്തിൻ്റെ പേര് ഓഗസ്റ്റ് എന്ന് എഴുതി അതിൻ്റെ ചുറ്റും നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരയ്ക്കാം. ഇഷ്ടമുള്ള പിക്ചർ വരയ്ക്കാം, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീം സെലക്ട് ചെയ്തിട്ട് അതനുസരിച്ച് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അതായത് ഓണം, പിന്നെ എക്സാം, അതോടൊപ്പം തന്നെ ബർത്ത്ഡേയും കൂടിയിട്ട്. കാരണം എൻ്റെ ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ ഈ 3 തീമും കൂടി ഒന്നിച്ചാണ് ഈ ഒരു പ്ലാനറിൽ വരയ്ക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട്, സാധാരണ ഒരു ഡിസൈൻ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ കുറേ വീഡിയോസ് ഇങ്ങനത്തെ പ്ലാനറിൻ്റെ ചെയ്തിട്ടുണ്ട്. 3 വർഷമായിട്ട് ഞാൻ ഈ പ്ലാനർ വീഡിയോ ചെയ്യണു. അപ്പോൾ ആ ഒരു പ്ലാനേഴ്സിൻ്റെയൊക്കെ പല ഡിസൈനിലുള്ളതിൻ്റെ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ കുറേ ഡിസൈനുള്ളത് കിട്ടും. അപ്പോൾ ഇത് ഇഷ്ടമായില്ലെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഇനി അതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിസൈൻ വരയ്ക്കാം. ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റൊന്നും അല്ല, എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് പടം വരയ്ക്കാനൊന്നും അറിയില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനെപ്പോഴും ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിരിക്കുന്ന തീം, അതായത് ഓണം, അതുപോലെ തന്നെ എക്സാം, ബർത്ത്ഡേ, ഇത് 3ഉമായിട്ട് റിലേറ്റഡ് ആയ കുറച്ച് പിക്ചേഴ്സ് നമ്മൾ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഒന്ന് വരച്ച് വയ്ക്കാം ഓരോ കോർണറിൽ. ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ പേജിൽ നമ്മളിതുപോലെ ക്യൂട്ട് പിക്ചേഴ്സ് വരയ്ക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് വാചകങ്ങൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തീം, അതായത് ഇപ്പോൾ ഓണമായിട്ട് അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡീസിനെ കുറിച്ച് അങ്ങനെയൊക്കെ എഴുതി വെക്കാം. ഞാൻ അങ്ങനെ കുറച്ച് വാചകങ്ങൾ കൂടി എഴുതി അതിൻ്റെ ചുറ്റും കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചു. ഇനി ഇതിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫസ്റ്റത്തെ 2 പേജ് കുറേ പിക്ചേഴ്സും കാര്യമൊക്കെ ചെയ്ത് നമുക്ക് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാം. ബാക്കിയുള്ള പേജുകൾ സിമ്പിളായിട്ട് ചെയ്താലും മതി. കാരണം ഇപ്പോൾ എക്സാമിൻ്റെ ടൈമാണ്, പഠിക്കാൻ കുറേ ഉണ്ടാവും, നിങ്ങൾക്ക് കുറച്ച് നേരം ഫ്രീ ടൈം കിട്ടും. അപ്പോൾ കുറേ പടം വരച്ചിരിക്കാൻ നേരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫസ്റ്റ് പേജ് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യുക. ഇതൊന്നും വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പ്ലാനർ എന്ന് പറയുന്ന സംഭവം ലൈഫ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിത് കുറച്ച് പടമൊക്കെ വരച്ച് ക്രിയേറ്റീവ് ആക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു നേരം പോക്കും കൂടിയാണല്ലോ ഫുൾ ടൈം ഫോൺ നോക്കിയിരിക്കുന്നതിന് പകരം എന്തെങ്കിലും ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത്രയും പടം വരയ്ക്കുന്നത്. അല്ലെങ്കിൽ വരച്ചില്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ നമ്മളിതൊക്കെ വരച്ച് അവിടെ വെക്കും, നമ്മൾ അടുത്ത വട്ടം ഒരു ദിവസം പോലും ചിലപ്പോൾ തിരിഞ്ഞു നോക്കില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ ഡയറി ഒക്കെ ഉണ്ടാക്കിയിട്ട് എഴുതില്ലല്ലോ, അതേപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ ഫസ്റ്റ് പേജ് നല്ല ഭംഗിയാക്കുക അതുപോലെ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബുക്കിൽ കളർ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ ചെയ്ത ശേഷം ബ്ലാക്ക് സ്കെച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് അതിന് മുകളിൽ എഴുതി കൊടുക്കുക. എഴുതിയ ശേഷം നമ്മൾ ഇതിൽ കളറിങ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ ക്രയോൺസ് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വേറെ കളേഴ്സ് ആകുമ്പോൾ സ്പ്രെഡായിട്ട് അപ്പുറത്തോട്ട് വരും. അപ്പോൾ ക്രയോൺസോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള സ്കെച്ചോ ഹൈലൈറ്റേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കളർ തന്നെ എല്ലാത്തിനും കൊടുക്കാം. തീം പോലെ, അതായത് ബ്ലൂവിൻ്റെ തന്നെ പല ഷെയ്ഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പല കളറിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പല ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ കുറച്ച് കളർ ചെയ്ത് കൊടുക്കുകയാണ് എല്ലാത്തിനും. അങ്ങനെ ആ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പേജ് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ പേരാണ് ഓഗസ്റ്റ് മന്ത്ലി പ്ലാനർ അല്ലെങ്കിൽ ഓഗസ്റ്റ് കലണ്ടർ എന്ന് പറയും. അപ്പോൾ അതായത് ഒരു മാസം ഫുള്ളായിട്ട് നമ്മളൊരു പേജിൽ ഒരു കലണ്ടർ പോലെ വരച്ച് വയ്ക്കും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ്. അപ്പോൾ നമ്മൾ കലണ്ടർ നോക്കിയിട്ട് കൃത്യമായിട്ട് കലണ്ടറിൽ കാണുന്ന അതേപോലെ ഇങ്ങോട്ട് വരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൽ വരച്ചിരിക്കുന്ന ആ കുഞ്ഞു ബോക്സിലൊക്കെ ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലും എക്സാമോ അല്ലെങ്കിൽ ബർത്ത്ഡേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ മാർക്ക് ചെയ്ത് വെക്കുക. നമുക്കത് എപ്പോഴും എടുക്കുമ്പോൾ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ എഴുതി വെച്ച ശേഷം അതിൻ്റെ താഴെ ഗോൾസ് ഓഫ് ദ മന്ത്, അതായത് ഈ മാസത്തിലെ നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതായത് നന്നായി പഠിക്കണമെന്നോ എക്സസൈസ് ചെയ്യണമെന്നോ നന്നായി പ്രാർത്ഥിക്കണമെന്നോ ബുക്ക് വായിക്കണമെന്നോ അങ്ങനെ എന്തും ആവാം. അത് നമുക്ക് എന്താണ് കാര്യം എന്ന് വെച്ചാൽ അതും കൂടി എഴുതി വയ്ക്കാം. അടുത്ത പേജിൻ്റെ പേരാണ് മൂഡ് ട്രാക്കർ. അതായത് ഒരു ദിവസത്തെ നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു പേജ്. അതായത് ഇപ്പോൾ ചില ദിവസം നമുക്ക് സന്തോഷമായിരിക്കും, ചില ദിവസം നമുക്ക് സങ്കടമായിരിക്കും, ചില ദിവസം ദേഷ്യമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പല ഫീലിങ്സ് ആയിരിക്കും ഒരു ദിവസത്തിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഓരോ ദിവസത്തെയും മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പേജാണ്. അപ്പോൾ 1 മുതൽ 31 ദിവസം വരെയുള്ള തീയതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ചെറിയ പിക്ചേഴ്സ്, ഇപ്പോൾ ഒരു ഫ്ലവറോ അല്ലെങ്കിൽ ഒരു സർക്കിളോ എന്ത് വേണമെങ്കിലും വരയ്ക്കാം.
അങ്ങനെ വരച്ചിട്ട് അതിൽ നമ്മൾ ഡേറ്റും കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഫീലിങ്സിനെ, അതായത് ഇപ്പോൾ ഹാപ്പി, സാഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ഫീലിങ്സിനെ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് കുറച്ച് കുഞ്ഞ് ക്യൂട്ട് പിക്ചേഴ്സ് ഇങ്ങനത്തെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് കളറും കൊടുക്കുക. അതായത് ഭയങ്കര സന്തോഷമാണെങ്കിൽ അതിനൊരു കളറ്, സങ്കടമാണെങ്കിൽ അതിനൊരു കളറ്, അങ്ങനെ നമ്മൾ കളർ കോഡ് ചെയ്യണം. അത് ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ചെയ്യണം. അതിൻ്റെ തൊട്ട് താഴെ നോട്ട്സ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, നമുക്ക് അവിടെ എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാനൊക്കെ ആയിട്ട്. പിന്നെ കളർ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിന് നമ്മൾ ഇഷ്ടമുള്ളൊരു കളർ എടുക്കുക. അപ്പോൾ ഓറഞ്ച് എടുക്കുക, എക്സാമ്പിൾ ഓറഞ്ച് എടുത്തിട്ട് അടിച്ച് വെക്കുക. ഇനി കുറച്ച് സന്തോഷമുള്ളതെന്നുണ്ടെങ്കിൽ റോസ് കൊടുക്കാം, സങ്കടമാണെങ്കിൽ ബ്ലൂ കൊടുക്കാം, ദേഷ്യത്തിലായിരുന്ന ദിവസമാണെങ്കിൽ റെഡ് കൊടുക്കാം. ഓക്കെ. പിന്നെ 1-ാം തീയതി നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓറഞ്ച് കളർ എടുത്തിട്ട് 1-ാം തീയതി എഴുതിയ ആ ഒരു ഫ്ലവറിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. ഇനി 2-ാം തീയതി നമുക്ക് കുറച്ച് സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പിങ്ക് കളർ ചെയ്ത് കൊടുക്കുക. ഇനി സങ്കടമാണെങ്കിൽ ബ്ലൂ കൊടുക്കുക, അതുപോലെ തന്നെ ദേഷ്യമായിരുന്നെങ്കിൽ റെഡ് കൊടുക്കുക. അപ്പം അങ്ങനെ ഓരോ കളേഴ്സ് നമ്മൾ നമ്മുടെ മൂഡ് അനുസരിച്ചിട്ട് അതിലിങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു പേജ്. ഇനി അപ്പുറത്തെ ഓഗസ്റ്റ് മാസത്തെ കലണ്ടറിന് ഞാൻ കളറിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലെല്ലാത്തിലും ഞാൻ ഹൈലൈറ്റർ വെച്ചിട്ട് ഫുള്ളായിട്ടും കളർ ചെയ്ത് കൊടുത്തു. ഇതിൽ പ്രത്യേകിച്ച് വേറെ എഴുതാനൊന്നുമില്ല, അത് സമയമാകുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് എഴുതാം. ഇനി അടുത്ത നമ്മുടെ പേജ് എന്ന് പറയുന്നത് ഡെയിലി പ്ലാനർ അല്ലെങ്കിൽ ഡെയിലി ടു ഡു ലിസ്റ്റ്. അടുത്ത നമ്മുടെ പേജ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഡെയിലി പ്ലാനർ എന്ന് പറയും. അപ്പോൾ ഡെയിലി പ്ലാനറിൽ നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതലായിട്ട് എഴുതാനുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ നമ്മളൊരു പേജിനെ 8 ഭാഗമായിട്ട് തിരിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഭാഗം 6 ഭാഗമായിട്ടൊക്കെ തിരിക്കാം കേട്ടോ. കുറേ എഴുതണമെങ്കിൽ വലിയ ബോക്സ് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസവും സാധാരണ ഡയറി എഴുതണ പോലെ സാറ്റർഡേന്ന് എഴുതി അന്നത്തെ തീയതി എഴുതിയിട്ട് അന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് ചെയ്യണനുസരിച്ച് ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് എല്ലാ ദിവസത്തെയും ഇങ്ങനെ എഴുതാനായിട്ട് ബോക്സ് തിരിച്ചിട്ട് ദിവസവും തീയതിയൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കേണ്ട, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ദിവസവും തീയതിയും എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെ അത് മൊത്തത്തിൽ എഴുതി കൊടുത്തിട്ട് ആ ഒരു പേജും കൂടി നമ്മൾ കളർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി പ്ലാൻ ചെയ്യാനുള്ളൊരു പേജാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പല സെക്ഷൻസ് ഇനിയും വരയ്ക്കാം. അതായത് ഹാബിറ്റ് ട്രാക്കർ, സ്റ്റഡി ട്രാക്കർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ മാത്രമാണ് കുറേ പേജ് അങ്ങനത്തെ ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയും പേജസ് മാത്രം മതി. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണാം. അങ്ങനെ നമ്മുടെ പ്ലാനർ ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞ് കമൻസിൽ പറയണം. പുതിയൊരു നല്ല വീഡിയോയിൽ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.